എല്ലാവർക്കും TPM കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഒരു ഡബറയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കരുതാ വെള്ളം. ഒരു മാക്സിമം നല്ല തിളക്കാനാവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സുർക്ക, ഒരു ടീസ്പൂണ് സുർക്ക ഇറ്റിച്ചു കൊടുക്കുക വെള്ളത്തില്. മതി, അത്ര തന്നെ. അപ്പൊ നമ്മൾ മുട്ട ഇതിൽ വയ്ക്കാൻ പോണ്ടിട്ടാ, ഉടച്ചു വെച്ച മുട്ട ഇതിൽ വയ്ക്കാൻ പോണ്ട്. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണ്ട്. ഓക്കെ. അപ്പൊ ഇത് വീട്ടില് പെട്ടെന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ എണ്ണമയ്ക്ക് പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഏറ്റവും ചെയ്യാവുന്നതാണ് ഇത്. ഏത് വീട്ടിലൊക്കെ എണ്ണമയ്ക്ക് തിന്നിട്ട് വയറിന് പ്രശ്നങ്ങള്, കൊളസ്ട്രോള് ഇങ്ങനൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വെള്ളം അങ്ങോട്ട് തിളക്കാനാവുമ്പോ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക. അപ്പൊ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോ ഇതേപോലെ ഉണ്ട്, ബുൾസൈ ആയിട്ട് വരും. ഇത് നമ്മളെ ചേരുവകൾ കാണിച്ചിരുന്നത് അങ്ങനെ ചെയ്യണമെന്ന് കേട്ടോ. ആ ചുടുവെള്ളത്തിൽ അടിച്ച ബുൾസൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകട്ടാ. അപ്പൊ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ട്. എന്താ അപ്പൊ ഞാൻ ഈ കോഴി മുട്ട ബുൾസൈ കട്ട് ചെയ്യാൻ പോവാണ്. ഈ കട്ട് ചെയ്ത് വരുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് മണ്ണിങ്ങട്ട് പുറത്തേക്ക് വരണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ബുൾസൈ കേട്ടോ. റെഡി, 1 2 3. ഓക്കെ. മുളക് പൊടി, കുരുമുളക് പൊടി കേട്ടോ. ഈ കുരുമുളക് പൊടി ഇതിന്റെ മേളിലിതാ ഇങ്ങനെ എതിരി കൊടുത്തിട്ടുണ്ട്. എന്ത് രസമാണ്. ഇടാൻ പോണതാണ് ഉപ്പ്. കുറേശ്ശെ മതിട്ടാ, കൂടുതലാവരുതേ. നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു വെള്ളത്തിലുള്ള ബുൾസൈ. അപ്പൊ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട അഫ്സൽ ഭായിനെ ഞാൻ ഏൽപ്പിക്കാണ്. ഒന്ന് കഴിച്ചു നോക്കി. അപ്പൊ ഇത് ന്യൂസ് ഉണ്ടാക്കിയ ചൂടുവെള്ളത്തിൽ സാധാരണ നമ്മുടെ ബുൾസൈ പാനിലും എണ്ണയിലൊക്കെ ഉണ്ടാക്കല്ലേ തവയില്. ഇത് വെള്ളം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി. ടേസ്റ്റ് ചെയ്തോ. സാധാരണ ബുൾസൈ മാതിരി തന്നെ ടേസ്റ്റ് ഒന്നും വ്യത്യാസമില്ല. ഉഷാറാണ്. ഉപ്പും എണ്ണമേറ്റ് ഉണ്ടാവില്ല. ഇല്ല, ആർക്കും കഴിക്കാം. മുട്ട പ്യൂർ മുട്ട. അത് മതി. പ്യൂർ മുട്ട തന്നെയാണ്, ഒറിജിനൽ മുട്ട. അല്ലാതെ ഇങ്ങനെ പിന്നെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും.